രാഹുൽ മാങ്കൂട്ടത്തിലെ മാൻഡ്രേക്കിൻ്റെ പ്രതിമ ആയിട്ട് സങ്കല്പിക്കണമെന്നാണ് എനിക്ക് പ്രേക്ഷകരോട് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്. ഈ മാൻഡ്രേക്കിൻ്റെ പ്രതിമയുടെ പ്രത്യേകത ആരുടെ കൈ കിട്ടിയാലും അവരുടെ കഷ്ടകാലമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് കേസിൽ പ്രതിയാകുന്നതോടുകൂടി കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ അടികളും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഗ്വാദങ്ങളും തർക്കങ്ങളും രാഹുലിനെ സസ്പെൻഡ് ചെയ്ത ശേഷം പോലും കോൺഗ്രസ്സുകാർക്ക് ഒരുമിച്ചൊരു തീരുമാനം ഒരു അഭിപ്രായം പറയാൻ പറ്റാതെ ഇരിക്കുകയൊക്കെ ചെയ്താണ് കുറേ കാലം നമ്മൾ കണ്ടത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യത്തെ പരാതിയിൽ ശബ്ദരേഖയ്ക്ക് ശേഷം ആ പെൺകുട്ടി മൊഴി പോലീസിൽ കൊടുത്തതോടുകൂടി കാര്യങ്ങൾ വളരെ ഗൗരവമാവുകയും രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അതോടുകൂടി കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ പുറത്താക്കി, ഞങ്ങളുടെ കയ്യിലില്ല, അതായത് പ്രതിമ ഒഴിഞ്ഞു, പ്രതിമ പിണറായി വിജയനേക്ക് കൈമാറുകയാണ്. അപ്പോഴതാ രാഹുൽ നവംബർ 21 തീയതി ഈ കേസിൽ പെൺകുട്ടി മൊഴി നൽകിയ ദിവസം രായ്ക്ക് രാമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുജന മധ്യത്തിൽ നിന്ന് മുങ്ങുകയാണ്. കേരള പോലീസിന് പൊട്ടി പോലും രാഹുലിനെ കണ്ടുപിടിക്കാനാകുന്നില്ല. പ്രതിമ അപ്പുറത്തായി. രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടുപിടിക്കാൻ പറ്റാത്ത പോലീസ് എന്ന രീതിയിൽ നാണം കെട്ടു കേരള പോലീസും. അന്നേ നമ്മൾ പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ബെയിൽ കിട്ടും, ആ മുൻകൂർ ജാമ്യം എങ്ങാനും കിട്ടുകയാണെങ്കിൽ അതിൻ്റെ നാണക്കേട് പിണറായി വിജയനും പോലീസിനും ആയിരിക്കുമെന്ന് പറഞ്ഞതാണ് ഞാൻ. അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോഴെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ CPM-ൻ്റെ ബാധ്യതയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ പിടിക്കാൻ പറ്റാത്ത പോലീസ്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ തമിഴ്നാട്ടിലാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകത്തിലാണ്. കർണാടകത്തിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങൾക്ക് പിടിക്കാനാവുന്നില്ല, കോൺഗ്രസ്സുകാരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒളിപ്പിച്ച് വെച്ചതെന്ന് വരെ ന്യായം പറഞ്ഞു പിണറായി വിജയൻ. അതിനുശേഷം മുഖ്യമന്ത്രി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, സാധാരണ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയാൽ അവരെ ഞങ്ങൾ തൊടാറില്ല, അതാണ് കേരളത്തിൻ്റെ രീതി. അപ്പോൾ തിരിച്ച് ചോദ്യം വന്നു, ആദ്യത്തെ 4 ദിവസം നിങ്ങൾ എന്ത് ചെയ്തു? രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒരു എക്സെപ്ഷണൽ കേസായതുകൊണ്ടാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം അടക്കം രാജിവെക്കണം നിങ്ങൾ ആവശ്യപ്പെട്ടത്. അങ്ങനെയുള്ള ഒരാൾക്ക് നിങ്ങൾ എങ്ങനെയാണ് മുൻകൂർ ജാമ്യ ഹർജി നൽകിയവരെ തൊടില്ല എന്ന പൊതു ഇളവ് എങ്ങനെയാണ് അനുവദിക്കുക? ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു. അതിനുശേഷം എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യവും കിട്ടി. ആ ജാമ്യം കിട്ടിയപ്പോഴും പഴി മുഴുവൻ സർക്കാരിനായിരുന്നു. നിങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ ഒരു ജാമ്യത്തിലേക്ക്, മുൻകൂർ ജാമ്യത്തിലേക്ക് എത്തിച്ചു കൊടുത്തത്. അയാളെ അറസ്റ്റ് ചെയ്തെങ്കിൽ ഈ വിഷയം പോലും ഉദിക്കുമായിരുന്നില്ല. അതിനുശേഷം മുൻകൂർ ജാമ്യത്തിനുള്ള വ്യവസ്ഥകളായിരിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്ത ശേഷം കിട്ടുന്ന ആദ്യ തെളിവുകൾ വെച്ചായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബെയിൽ ആപ്ലിക്കേഷനെ പോലീസും പ്രോസിക്യൂഷനും എതിർക്കുക. കഥ തന്നെ മാറിപ്പോയനെ. അത് ചെയ്യാൻ പറ്റാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന മാൻഡ്രേക്കിൻ്റെ പ്രതിമ പിണറായി സർക്കാരിൻ്റെ കയ്യിലിരുന്ന് ആ സർക്കാരിനകത്ത് സർക്കാർ നിന്ന് നാറുകയായിരുന്നു.